നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലെണ്ണയിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി കിലുക്കിയിട്ട്, അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട്, അവർക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കിയിട്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ. ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങനെ ക്ലിയർ ആയില്ല. ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞ 4 മാസമായി സർക്കാരിന്റെ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ കണ്ണുനീരൊപ്പണം. ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ തോന്നിയത്? ഇതുപോലെ ഒരു വാർത്ത നിങ്ങൾ പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക. എന്തൊരു മര്യാദ ഇതുള്ളത്. കേരളത്തിൽ വിപ്ലവം നടന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നോ? 5 കൊല്ലത്തിനിടയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടുകയാണ്. ഞാൻ ചോദിച്ചത് ഈ വാർത്ത കണ്ടിട്ട് താങ്കൾ എന്തിനാണ് ചിരിച്ചതെന്നാണ് ശ്രീ അനിൽകുമാർ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇന്ന് കേരളത്തിൽ ഞാൻ പറയട്ടെ, അങ്ങോട്ട് കേക്ക്, ഇനി അങ്ങോട്ട് കേക്ക്. അതിന് മറുപടി വേണം. മനുഷ്യരുടെ ദുരിതം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രീ അനിൽകുമാർ എന്തിനാണ് ചിരിക്കുന്നത്? അതിലെന്താണ് തമാശ? പറയട്ടെ, ഞാൻ തമാശ നിങ്ങളെ ഓർത്താണ്, അവരെ ഓർത്തല്ല. നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ കടമെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കൈയടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നിലപാടുണ്ടല്ലോ, ആ നിലപാടിന് ശേഷം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലെണ്ണയിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേകം അന്തസ്സൊക്കെ ഉണ്ടാവുന്നത്? ഇതുപോലൊരു വാർത്ത ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു കമന്റ് പോലും ഈ ചർച്ചയിൽ ഞാൻ ഇതുവരെ നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചോ ഈ പരിപാടിയെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. ചോദ്യം നേരിട്ടാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നാണ് ചോദിച്ചത്. ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനു മുന്നിൽ ആ മനുഷ്യന്മാരുടെ വാർത്തയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന ശ്രീ അനിൽകുമാറിനോട് എനിക്കിനി അക്കാര്യത്തിൽ ചോദ്യങ്ങളില്ല. ശ്രീ അനിൽകുമാർ, നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? ഞാൻ ഷാനിയോട് ചോദിക്കുക. താങ്കൾ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല, ആ മനുഷ്യരെയാണ്. ഏത് രാഷ്ട്രീയമാണെങ്കിലും, ഏത് കേരളീയമാണെങ്കിലും, ഏത് കേരളപ്പിറവിയാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. ശ്രീ അനിൽകുമാർ, വളരെ ഖേദകരമാണ്. എന്തായാലും ഇത് ശരിയായില്ല. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ 156 ലക്ഷം കോടി രൂപ കടമുള്ള സർക്കാരാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വലിയ കടമുള്ള കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ നിങ്ങളുടെ കടത്തെ കുറിച്ച് ഞാൻ ചോദിച്ചോ ശ്രീ അനിൽകുമാർ? കേരള സർക്കാരിന്റെ കടത്തെ കുറിച്ച് ഞാൻ ചോദിച്ചോ? കേരള സർക്കാരിന്റെ കടത്തെ കുറിച്ച് ഇപ്പോൾ ഞാൻ ചോദിച്ചോ? അതിന് നരേന്ദ്രമോദി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ മറുപടിയുമായി വേണോ ഇതുപോലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ വരുന്ന ഒരു മനുഷ്യന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലേക്ക് വെക്കാൻ? എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. വേണോ? അങ്ങനെ താങ്കൾ ചിരിച്ചൊഴിയണ്ട. ആ മനുഷ്യരെ അപമാനിച്ചുകൊണ്ട് ശ്രീ അനിൽകുമാർ രാഷ്ട്രീയം പറയാൻ പാടില്ല. അത് ആവർത്തിച്ച് തന്നെ ഓർമ്മിപ്പിക്കും. ആ മനുഷ്യരെ ഞാനൊന്നും അവമാനിച്ചിട്ടില്ല, നിങ്ങൾ അവമാനിച്ചത്. അവർക്ക് 62 ലക്ഷം പെൻഷന്, 62 ലക്ഷം വീട്ടിൽ 2500 പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റായത്. ഞങ്ങളത് നടപ്പാക്കും. അത് നടപ്പാക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ്. അവർക്ക് വേണ്ടി കിലുക്കിയിട്ട്, അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട്, അവർക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കിയിട്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ. ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താണോ തനിക്കില്ല അമ്മ പങ്കന്മാരി? ഓരോ സർക്കാരിനോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഒരു വാർത്ത അങ്ങനെ ശ്രീ അനിൽകുമാർ, നാട്ടുകാർ കണ്ടതാണ്. എനിക്ക് ഇനി അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോലും താല്പര്യമില്ല. താങ്കൾ എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഇത് കള്ളമാണോ? ഈ വാർത്ത കള്ളമാണോ? ശ്രീ അനിൽകുമാറിന് അറിയാമോ അത് കള്ളമാണെന്ന്? അവിടെ അനങ്ങാനാകാതെ, സഞ്ചരിക്കാനാകാതെ കിടക്കുന്ന മനുഷ്യന്മാരുടെ ദുരിതം ഒരു റിപ്പോർട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് താങ്കൾ ഒരുപാട് രാഷ്ട്രീയം പറയുന്നത്. നവംബർ മാസം 1-ാം തീയതി സർക്കാരിനെ അപമാനിക്കാൻ പെയ്ഡ് ന്യൂസ് പോലെ വാർത്ത ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടും. ശ്രീ അനിൽകുമാർ, അത് പെയ്ഡ് ന്യൂസ് ആണ് എന്ന് താങ്കൾ തെളിയിക്കണം. ശ്രീ അനിൽകുമാർ, അത് പെയ്ഡ് ന്യൂസ് ആണെന്ന് താങ്കൾ തെളിയിക്കണം. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഈ ചർച്ചയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് താങ്കൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് മനോരമ ന്യൂസിൽ വന്നൊരു വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത്? താങ്കൾ തെളിയിക്കണം അത് പെയ്ഡ് ന്യൂസ് ആണെന്ന്. ആ മനുഷ്യന്മാരുടെ ദുരിതം പെയ്ഡ് ന്യൂസ് ആണെന്നും ഈ സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നും താങ്കൾ തെളിയിക്കണം. നിങ്ങൾ സർക്കാരിനോട് എങ്ങനെ പെരുമാറണം? സർക്കാരിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇതും കേരള പിറവിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്, കേരളീയവുമായി ബന്ധമുണ്ടെന്ന് എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ?
മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ ദുരിതം ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് മുന്നോട്ട് ഏത് കൊണ്ടുവരുമ്പോൾ റിപ്പോർട്ട്? ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്ര പ്രകോപനം എന്തിനാണ് ശ്രീ അനിൽകുമാർ? പെയ്ഡ് ന്യൂസ് ആണത്രേ, വെല്ലുവിളിക്കുകയാണ്, പെയ്ഡ് ന്യൂസ് ആണെന്ന്. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധിയെങ്കിലും വിളിച്ചേനെ. എനിക്ക് ഷാനിയോട് പറയാനുള്ളത്, ഷാനി നിങ്ങൾ ഇത് എങ്ങനെ കേട്ടോണ്ടിരുന്നു? ഷാനി അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്സുകാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ്. രണ്ടാമത് അദ്ദേഹം ഒരു അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞു മൈലെണ്ണ ഇട്ട് കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തെ പോലത്തെ മാർക്സിസ്റ്റ് മുരടന്മാര് ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോ എങ്ങനെയാണ് ഒരു സഹോദരി നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ കഴിയുക? എന്റെ പൊന്നു ദിനേശ പണ്ടോട്ട് പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് എന്തിനൊരു അശ്ലീലമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഒരു മാർക്സിസ്റ്റുകാരൻ വീട്ടിലും തന്റെ പാർട്ടിയിലും പാർട്ടിക്കാരോട് പ്രയോഗിക്കുന്ന ഭാഷ ഒരു മാധ്യമത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് പൊതുസമൂഹം വിലയിരുത്തുക? മനസ്സിലായില്ലേ? ഇയാളൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഞങ്ങളും മാധ്യമപ്രവർത്തകർ ചെയ്തു ആണോ അദ്ദേഹം കരുതുന്നത്? എന്ത് മര്യാദഘട്ട സമീപനമാണ് ആ ചാനൽ ചർച്ചയിലെ ആ 2 പോയിന്റുകളിലൂടെ അദ്ദേഹം ഉയർത്തിയത്? എന്റെ കാര്യം പോക്കാ, കേസ് ആകെ തിരിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ്. അത് വ്യക്തിപരമായൊരു പ്രയോജനമല്ല. അങ്ങനെ പ്രയോഗമായിട്ട് തന്നെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യവുമില്ല. ഒരു പ്രയോഗം ആർക്ക് നേരെയാണ് ഉപയോഗിക്കുന്നത് എന്നത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാകുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമാണ്. ശ്രീ അനിൽകുമാർ, ആണുങ്ങളെ ഇത്ര അത്തപ്പതിക്കരുത്. ഞാൻ എന്തായാലും താങ്കളോട് അതിനെക്കുറിച്ച് ശ്രീ അനിൽകുമാർ, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് താങ്കൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടില്ല. കാരണം ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, താങ്കൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.